ആഘോഷവേളകളിൽ കുടുംബവുമൊത്ത് സന്തോഷിക്കാൻ കുട്ടികൾക്കും മുതിർന്നവർക്കും കണ്ണഞ്ചിപ്പിക്കുന്ന വിസ്മയ കാഴ്ചകൾ ഒരുങ്ങിക്കഴിഞ്ഞു. ഫൺ സിറ്റി പാർക്ക് വണ്ടൂർ നിയർ ബസ് സ്റ്റാൻഡ്. സ്ത്രീ സൗന്ദര്യത്തിന്റെ ഫാഷൻ അഭിരുചികൾക്കനുസൃതമായുള്ള ട്രെൻഡി വസ്ത്രങ്ങളുടെ വിപുലമായ ശേഖരമൊരുക്കി ലൈസ. ഇത് സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമായുള്ള ശേഖരം. ലൈസ ലേഡീസ് ആൻഡ് കിഡ്സ്, അങ്ങാടിപ്പൊയിൽ ബസ് സ്റ്റാൻഡ്, വണ്ടൂർ. വിഷ്ണുവിന് ജന്മനാട്ടിൽ കണ്ണീരിൽ കുതിർന്ന യാത്രാമൊഴി. തമിഴ്നാട് തൂത്തുക്കുടിയിൽ വാഹനാപകടത്തിൽ മരിച്ച നാവികസേനാ ഉദ്യോഗസ്ഥൻ തിരുവാലി ശാരത്തക്കുന്ന് പുത്തനഴി വിഷ്ണുവിന്റെ മൃതദേഹം സേനയുടെ ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കരിച്ചു. കൂട്ടുകാർക്കും നാട്ടുകാർക്കും ഒരു പിടി ഓർമ്മകൾ ബാക്കിവെച്ച് യാത്രയായ വിഷ്ണുവിന്റെ മൃതദേഹം കാണാൻ ഒരു നാട് തന്നെ ഒഴുകിയെത്തുന്ന കാഴ്ചയായിരുന്നു ശനിയാഴ്ച പകൽ തിരുവാലിയിൽ കാണാനായത്. സൈനികൻ എന്നതിലുപരി നാട്ടുകാർക്കും കൂട്ടുകാർക്കും തങ്ങളുടെ പ്രിയപ്പെട്ട ഫുട്ബോൾ താരമായിരുന്നു വിഷ്ണു. ചിരിച്ചുകൊണ്ട് കളിമൈതാനത്തെത്തുന്ന വിഷ്ണുവിനെയാണ് നാട്ടുകാർക്ക് ഓർമ്മയിൽ എന്നുമുണ്ടാവുക. എല്ലാവരോടും സൗമ്യമായി ഇടപെടുന്ന വ്യക്തിത്വം. ചെറുപ്പം തൊട്ടേ ഫുട്ബോളിനെ പ്രണയിച്ചു. പിന്നീടത് ജീവിതത്തിന്റെ ഭാഗമാക്കി. അണ്ടർ 17, അണ്ടർ 19, അണ്ടർ 21 കേരള ടീമുകളിൽ അംഗമായിരുന്നു. കേരള സർവകലാശാലയ്ക്ക് വേണ്ടിയും സന്തോഷ് ട്രോഫിയിലുമെല്ലാം വിഷ്ണു പന്തു തട്ടി. ഇതിനിടയിൽ GV രാജയിൽ നിന്ന് കോച്ചിന്റെ നിർദ്ദേശപ്രകാരമാണ് നേവിയിൽ സെലക്ഷൻ ട്രയൽസിൽ പങ്കെടുത്തത്. ജോലി ലഭിച്ചതോടെ സർവീസിനായും ബൂട്ട് കെട്ടി. പ്രാദേശികമായി നിരവധി ടീമുകൾക്കായും വിഷ്ണു ബൂട്ടണിഞ്ഞിട്ടുണ്ട്. ഇതിനിടയിൽ മത്സരത്തിൽ പരിക്കേറ്റതോടെ പ്രൊഫഷണൽ ഫുട്ബോൾ മത്സരങ്ങളിൽ നിന്ന് താൽക്കാലികമായി മാറി നിന്നു. തുടർന്ന് നേവിയിൽ ജനറൽ ഡ്യൂട്ടി ചെയ്തു വരികയായിരുന്നു. ഇതിനിടയിലാണ് അപ്രതീക്ഷിത അപകടം സംഭവിച്ചത്. വെള്ളിയാഴ്ച രാവിലെ യോഗ പരിശീലനത്തിൽ പങ്കെടുത്ത താമസ സ്ഥലത്തേക്ക് പോകുന്നതിനിടെ വിഷ്ണു സഞ്ചരിച്ച ബൈക്കിൽ ബസ് ഇടിച്ചായിരുന്നു അപകടം. 2 മാസം മുൻപാണ് വിഷ്ണു നാട്ടിൽ വന്നു പോയിരുന്നത്. നാവികസേനയിൽ ലീഡിംഗ് സീമാൻ ലോഗ്മേറ്റ് തസ്തികയിലുള്ള വിഷ്ണു നേരത്തെ എറണാകുളത്തായിരുന്നു. ഈ അടുത്താണ് തൂത്തുക്കുടിയിലേക്ക് സ്ഥലം മാറ്റം ലഭിച്ചിരുന്നത്. തൂത്തുക്കുടിയിൽ അമ്മ ബേബി ഗിരിജയും ഭാര്യ അക്ഷയയും 3 വയസ്സുകാരി മകൾ അനഹിതയും അടങ്ങുന്ന കുടുംബം ഒരുമിച്ചായിരുന്നു നേവിയുടെ ക്വാർട്ടേഴ്സിൽ താമസിച്ചിരുന്നത്. ശനിയാഴ്ച പുലർച്ചെ 3 മണിയോടെ നാവികസേനയുടെ ആംബുലൻസിൽ മൃതദേഹം തിരുവാലി ശാരത്തക്കുന്നിലെ വസതിയിലെത്തിച്ചു. പകൽ പൊതുദർശനത്തിനു ശേഷം വൈകിട്ട് 4 മണിയോടെ കൊച്ചി വെന്തുരുത്തി INS നേവൽ ബേസിൽ നിന്നെത്തിയ ലഫ്റ്റനന്റ് കമാൻഡർ ദേബാഷിസ് സമൽ, MCGI സുജിത് വിജയൻ എന്നിവരുടെ നേതൃത്വത്തിൽ മൃതദേഹത്തിൽ ദേശീയ പതാക പുതപ്പിച്ചു. തുടർന്ന് ഗാർഡ് ഓഫ് ഓണർ നൽകി. നാവികസേനയുടെ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ തിരുവാലി ശാരത്തക്കുന്നിലെ കുടുംബ ശ്മശാനത്തിൽ വിഷ്ണുവിന് സഹപ്രവർത്തകരും നാട്ടുകാരും അന്ത്യാഭിവാദ്യം നേർന്നു. സമൂഹത്തിന്റെ നാനാ തുറകളിൽ നിന്നുമുള്ള 100 കണക്കിന് പേരാണ് അന്തിമോപചാരം അർപ്പിക്കാനെത്തിയിരുന്നത്. ഈസ്റ്റ് ലൈവ്, വണ്ടൂർ. നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ പൊൻതിളക്കം. Beauty Mark Gold and Diamonds, specially for you. Lenora is different from others. Years of perfect stitching experience. Lenora, linen, cotton cloth and stitching. Pandikad Road, Vandoor.